എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് വിശ്വാസം എങ്ങനെ വരുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലനിലൂടെ ശ്രവിക്കാം. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന നീതിയെക്കുറിച്ചും സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൗലോസ് റോമിലെ ക്രിസ്ത്യാനികൾക്ക് ഈ ലേഖനത്തിൽ എഴുതുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. എന്നാൽ രക്ഷയ്ക്ക് കേൾവി ആവശ്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആരെങ്കിലും ആളുകളോട് സുവിശേഷ സന്ദേശം പ്രസംഗിക്കണം. ഈ വാക്യം ആ ചിന്തയുടെ ഒരു ഉപസംഹാരമായി വർത്തിക്കുന്നു. സുവിശേഷ സന്ദേശം, പ്രത്യേകമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവാർത്ത കേൾക്കുന്നതിലൂടെയാണ് വിശ്വാസം ജനിക്കുന്നത്. രക്ഷാപ്രക്രിയയിൽ ദൈവവചനത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തെ അത് എടുത്തു കാണിക്കുന്നു. വിശ്വാസം ഉത്ഭവിക്കുന്നത് കേൾവിയിൽ നിന്നാണ്. വിശ്വാസം സ്വാഭാവികമായോ മാനുഷികമായോ യുക്തിയിലൂടെയോ വരുന്നതല്ലെന്ന് സൂചിപ്പിക്കുന്നു. സുവിശേഷ സന്ദേശവുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം, യേശുവിൻ്റെ ജീവിതം, മരണം, പാപമോചനത്തിനായുള്ള പുനരുത്ഥാനം എന്നിവയുടെ സന്ദേശത്തെ സൂചിപ്പിക്കുന്നു. ഇതാണ് വിശ്വാസം കൊണ്ടുവരുന്ന കാതലായ ഉള്ളടക്കം. പ്രസംഗം, പഠിപ്പിക്കൽ അല്ലെങ്കിൽ വ്യക്തിപരമായ പങ്കിടൽ എന്നിവയിലൂടെ സന്ദേശം ആശയവിനിമയം നടത്തണമെന്ന് കേൾക്കൽ സൂചിപ്പിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അത് അടിവരയിടുന്നു. വിശ്വാസത്തിൻ്റെ ഉറവിടം ദൈവവചനം ആണ്. വിശ്വാസം സ്വയം സൃഷ്ടിക്കപ്പെട്ടതല്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യത്തോടുള്ള പ്രതികരണമാണത്. ദൈവവചനം ജീവനുള്ളതും ശക്തവുമാണ്. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളതാണ്. രക്ഷ എല്ലാവർക്കും പ്രാപ്യമാണ്. എന്നാൽ ആളുകൾ വിശ്വസിക്കണമെങ്കിൽ അവർ ആദ്യം സന്ദേശം കേൾക്കണം. സുവാർത്ത അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. അത് ദൈവവചനത്തിൻ്റെ ചലനാത്മക ശക്തി വെളിപ്പെടുത്തുന്നു. ഈ വചനം കേൾക്കുന്നതിലൂടെയാണ് വ്യക്തികളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം ഉണർത്തുന്നത്. കേൾവി മാത്രം രക്ഷിക്കുമെന്ന് ഇത് അർത്ഥമാക്കുന്നില്ല. വിശ്വാസം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ വ്യക്തിപരമായ പ്രതികരണത്തിലേക്ക് നയിക്കണം. സ്നേഹപിതാവേ, വിശ്വാസം സൃഷ്ടിക്കുന്നതിലും നിലനിർത്തുന്നതിലും ദൈവവചനത്തിൻ്റെ പ്രധാന പങ്ക് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയ ശക്തിക്കും വളർച്ചയ്ക്കും സുവിശേഷം പങ്കുവയ്ക്കാനും തിരുവെഴുത്തുകളിൽ ആഴത്തിൽ ആശ്രയിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.